ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ തേർഡ് ലോങ് വീഡിയോ ആട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഓടിപ്പോയി വേസ്റ്റ് ബിന്നിൽ നിന്നൊരു കളർഫുൾ ആയിട്ടുള്ളൊരു കവർ പുറക്കി വരൂ. എങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവർ ചെയ്തെടുക്കാം. ഇവിടെ 2 ഏരിയയും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിനെ ഫോൾഡ് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ 4 തവണ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തത്. ഇങ്ങനെ 2 കവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ 16 പെറ്റൽസ് എടുത്തിട്ടുണ്ട്. ഒരു ബോട്ടിൽ മൊത്തം നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഓരോ പെറ്റൽസിലേക്കും വൈറ്റ് ബീഡ്സ് ഞാൻ വെക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളത് കുറഞ്ഞ വൈറ്റ് ബീഡ്സായി. പിന്നെ എൻ്റെ കയ്യിൽ എല്ലാ ബീഡ്സും വെച്ചിട്ടുണ്ട്. ഇതിന് വൈറ്റ് ബീഡ്സ് തന്നെ വെക്കുന്നതാണ് കൂടുതൽ ഭംഗി കേട്ടോ. ഇതിൻ്റെ സെൻറ്ററിൽ ബീഡ്സ് വെച്ചിട്ട് ഇതിനിങ്ങനെ ഫോൾഡ് ചെയ്യുക. കറക്റ്റ് സെൻറ്ററിൽ തന്നെ ബീഡ് വരാൻ നോക്കണം കേട്ടോ. സെൻറ്ററിൽ ബീഡ് വെച്ചിട്ട് നമുക്ക് സീറോ ലൈറ്റ് വെച്ചൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. സീറോ ലൈറ്റ് വെച്ച് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ പ്ലാസ്റ്റിക് ഉരുകി മുത്തോട് ഒട്ടും, അതിന് ഫിറ്റിങ് വരും. അങ്ങനെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. ഇനി ഇതിൻ്റെ ഓരോ പെറ്റൽസിനെ നമുക്ക് ഇതിൻ്റെ അടിച്ചിലും സിഗർ ലൈറ്റ് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പെറ്റൽസിനൊക്കെ നല്ല ഷേപ്പ് കിട്ടും. പിന്നെ പെറ്റൽസിൻ്റെ അടിഭാഗത്തൊരു നല്ല പ്ലാസ്റ്റിക് ഒന്ന് ഒരുക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് ഫ്ലവർ കാണാൻ. ഇങ്ങനെ എല്ലാ പെറ്റൽസും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നമുക്ക് തെർമോക്കോൾ ബോൾസ് വെച്ച് ഫിറ്റ് ചെയ്യാനുള്ളതാണ്. അതിന് വേണ്ടി ഞാനിവിടെ ഫെവിക്കോളാണ്. ഇപ്പോൾ ഇത് കാണാൻ എന്ത് ഭംഗിയുണ്ടല്ലേ. വൈറ്റ് ബീഡ്സ് കൂടി വന്നിട്ട് നല്ല രസമാണ്. ഇനി എല്ലാ പെറ്റൽസിലും നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലാണ് നമ്മൾ ടെർമോക്കോൾ ഫിറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ ടെർമോക്കോൾ വലിയ പീസ് പൊടിച്ചതാണ്. കുറച്ച് നേരം കഷ്ടപ്പെട്ട് പൊടിച്ചതാണ്. ഈ ക്രാഫ്റ്റ് ഞാൻ പിൻട്രസ്റ്റ് കാണാൻ തുടങ്ങിയിട്ട് കുറേ ആയി. അപ്പോൾ എനിക്ക് വല്ലാത്തൊരാഗ്രഹം. പിൻട്രസ്റ്റിൽ കണ്ട വീഡിയോയിൽ ബ്ലാക്ക് കവറാട്ടോ യൂസ് ചെയ്യും. നമ്മളിവിടെയൊന്നും ബ്ലാക്ക് കവറിൽ സാധനങ്ങളൊന്നും കിട്ടാറില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ വൈറ്റ് കവർ തന്നെ ഡെയിലി തിന്നത്. കാത്ത് നിന്നപ്പോൾ അത് ഈ 2 ബ്ലൂ കളറിനും കിട്ടി. അപ്പോൾ നമുക്ക് തെർമോക്കോളിൽ ഫിറ്റ് നോക്കാം. ബ്ലൂ ഉള്ള എല്ലാ ഭാഗത്തും ഇത് ഫിറ്റ് ചെയ്ത് വന്നോളും. ഇനി നമുക്കൊരു ബോട്ടിൽ ഫൈനൽ ലുക്കിലേക്ക് വേണ്ടി നമുക്ക് ഈ ബോട്ടിലിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഗണ്ണിൻ്റെ ഗണ്ണ് ഇവിടെ ഇല്ല ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ ഗ്ലൂ ചെറുതായിട്ടൊന്ന് ഉരുക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. നല്ല ഭംഗി ഉണ്ടായി കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് കാണാൻ നല്ല രസമുണ്ടായി. ഇത് ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്ന ടേബിൾ മേൽ തന്നെ വെച്ചിരുന്നു. പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ നോക്കുമ്പോൾ എൻ്റെ മോൻ അതൊക്കെ പിച്ചി ചീന്തി കളഞ്ഞു കേട്ടോ. അതുകൊണ്ട് എനിക്ക് നല്ല ഫോട്ടോസൊന്നും എടുക്കാനായില്ല. പിന്നെ ചാറ്റ്ജിപിടിയോട് ചോദിച്ചപ്പോൾ എനിക്ക് 2-3 ഫോട്ടോസ് ചാറ്റ്ജിപിടി തന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.